ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 58/24 എന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കാം, 2 ഡിജിറ്റ് നമ്പറിനെ 2 ഡിജിറ്റ് നമ്പറോട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ റോഡ് കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ റോഡ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മുടെ ടൂളിൽ ക്വസ്റ്റ്യൻ എവിടെ പ്ലേസ് ചെയ്യണം എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്നത് ഈ ഡിവിഡൻഡ്, അതായത് ആദ്യത്തെ ഈ നമ്പറാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 58 ഈ ടൂൾ എവിടെ പ്ലേസ് ചെയ്യണം എന്നറിയാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്പർ ഓഫ് ഡിജിറ്റ് ഓഫ് ഡിവിഡൻഡ്, ഇതിൻ്റെ ഡിജിറ്റ് എത്രയാണെന്ന് കൗണ്ട് ചെയ്യണം, മൈനസ് നമ്പർ ഓഫ് ഡിജിറ്റ് ഓഫ് ഡിവൈസർ, ഇതിൻ്റെ ഡിജിറ്റ് ചെയ്തതിന് ശേഷം കിട്ടിയ ആൻസർ എത്ര വാല്യൂ ആണോ ആ വാല്യൂ ഒന്ന് 1 മൈനസ് ചെയ്യണം. അതായത് 2 ഡിജിറ്റ് ആണ് ഇതും 2 ഡിജിറ്റ്. അപ്പോൾ 2 ഡിജിറ്റ് മൈനസ് 2 ഡിജിറ്റ് മൈനസ് 1, അതായത് 2 ഡിജിറ്റ് മൈനസ് 2 ഡിജിറ്റ് 0 ആണ്. 0 മൈനസ് 1 മൈനസ് 1 റോഡിലായിരിക്കണം ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യേണ്ടത്. ഇത് നമുക്കിപ്പോൾ വൺസ് റോഡായി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് 0 റോഡാണ്, ഇതാണ് -1 റോഡ്. എപ്പോഴും ഓർമ്മിക്കാം, ഇത് വൺസ്, ഇത് സെക്കൻഡ് റോഡ്, ഇത് ഫസ്റ്റ് റോഡ്, സെക്കൻഡ് റോഡ്, തേർഡ് റോഡ് അങ്ങനെ പോകും. ഇത് നമുക്കൊരു 0 റോഡ്, പിന്നെ -1 റോഡ്. അപ്പോൾ ഇവിടെ നമ്മൾ 58 എന്ത് ചെയ്യണം? പ്ലേസ് ചെയ്യണം. 5 8 നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? പ്ലേസ് ചെയ്തു. ഇനി നമുക്കറിയേണ്ടത് എവിടെ ആൻസർ ചെയ്ത് തുടങ്ങണം. നമ്മൾ ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്തതിനു പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എവിടെ നിന്ന് ആൻസർ തുടങ്ങണം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ റോഡ് കണ്ടുപിടിക്കണം. അതിനാണ് ആൻസർ റോഡ് കണ്ടുപിടിക്കാൻ. ആൻസർ റോഡ് കണ്ടുപിടിക്കാൻ നമ്മുടെ മെത്തേഡ് ആദ്യത്തെ 2 ഡിജിറ്റ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. ആദ്യത്തെ 2 ഡിജിറ്റിന് ഇവിടെ 5, ഇവിടെ 2 ആണ്. ഇത് രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഓർമ്മിക്കുക, ഡിവൈസർ, അതായത് ഇതിനാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. ഡിവൈസർ എപ്പോഴും വലിയ ആളായിട്ട് ഇരിക്കാനാണ് ഇഷ്ടപ്പെടുക എന്ന് ഓർമ്മിക്കുക. അപ്പോൾ ഡിവൈസർ ഒന്നെങ്കിൽ ഈ ഡിവൈസറിൻ്റെ ഈ നമ്പറും ഇതും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡിവൈസറിനേക്കാൾ ചെറുതാണെങ്കിൽ എന്ത് ചെയ്യണ്ട? ജമ്പ് ചെയ്യേണ്ട. ഓക്കെ, അങ്ങനെ ഓർമ്മിക്കുക. ചെറുതാണെങ്കിൽ ജമ്പ് ചെയ്യേണ്ട. പക്ഷേ ഡിവൈസറിനേക്കാൾ ഒന്നെങ്കിൽ വലുതോ അല്ലെങ്കിൽ ഇക്വലോ സെയിം ആവുകയോ ചെയ്യും. ഇവിടെ 2 വന്നാലും നമുക്ക് ജമ്പ് ചെയ്യണം. ഇവിടെ വലുതായാലും 2നേക്കാൾ വലുതാണ് ഇവിടെ 5. അപ്പോൾ എന്ത് ചെയ്യണം? ജമ്പ് ചെയ്യണം എന്ന് ഓർമ്മിക്കുക. അപ്പോൾ ജമ്പ് ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിൻ്റെ തൊട്ടടുത്തേക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ആൻസർ പ്ലേസ് ചെയ്യാൻ പാടില്ല. ഇത് ആൻസറോടായി സങ്കല്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ തൊട്ടടുത്ത്, അതായത് ഈ ആൻസർ റോഡിൽ നിന്ന്, ക്വസ്റ്റ്യൻ റോഡിൽ നിന്ന് ഒരു റോഡ് ലെഫ്റ്റിലേക്ക് ജമ്പ് ചെയ്തിട്ട് ഇവിടെ ആയിരിക്കണം നമ്മൾ ആൻസർ പ്ലേസ് ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പോൾ ഒരു റോഡ്, ഇത് നമുക്കിപ്പോൾ എന്ത് കിട്ടി? നമ്മൾ വൺസ് റോഡ് നമുക്ക് ആൻസർ റോഡായി കിട്ടി. ഒരു റോഡ് ആൻസർ റോഡായി കിട്ടിയാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ തൊട്ടടുത്ത 2 റോഡ് നമ്മൾ ക്വസ്റ്റ്യൻ റോഡായി സെലക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് ക്വസ്റ്റ്യൻ റോഡായി സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് 0.5 എന്നാണ് വാല്യൂ വരും അല്ലേ? 0.5 എന്ന് പറയുമ്പം, അപ്പോൾ 0.5ൽ നമ്മൾ ഈ ഡിവൈസിൻ്റെ ആദ്യത്തെ ഡിജിറ്റ് എത്ര ടൈംസ് പോകുന്നത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ 0.5ൽ എത്ര ടൈംസ്? 5ൽ 2 ടൈംസ് ആണല്ലേ? 2 × 2 4 ആണ്. ഈ 2 നമ്മൾ ഈ ഡിവൈസിൻ്റെ ഡിജിറ്റുകൾ നമ്മളെപ്പോഴും മൈൻഡിൽ വെക്കുന്ന നമ്പറാണ്. ഇത് നമ്മൾ മൈൻഡിലാണ് വെക്കുക. അപ്പോൾ നമ്മൾ ഈ മനസ്സിൽ 2 ഉണ്ട്. ആ 2നെ നമ്മൾ 2 × 2 ചെയ്യുമ്പോഴാണ് നമുക്ക് 4 കിട്ടുക. അപ്പോൾ ആൻസർ റോഡിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 പ്ലേസ് ചെയ്യാം. ഈ 2 നമ്മളെ മൈൻഡിലെ 2, അതായത് ഡിവൈസിൻ്റെ ആദ്യത്തെ ഡിജിറ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 2 4 ആണ്. കാരണം നമുക്ക് ഇവിടെ 5 ആണ്. 2 × 3 എന്ന് പറയുമ്പോൾ 6 വരും. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ റോഡിൽ 6 ഇല്ല. അതുകൊണ്ട് അതിനേക്കാൾ ചെറിയ നമ്പർ, ഒന്നെങ്കിൽ ഈക്വൽ ആയിരുന്ന നമ്പർ അല്ലെങ്കിൽ ചെറുത നമ്പർ നമുക്കാണ് സെലക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ 2 × 2 4. അപ്പോൾ 0.5 എന്ന് 4 ലെസ് ചെയ്യാന്ന് പറയുമ്പം 0.4 ആണ് ലെസ് ചെയ്യേണ്ടത് അല്ലേ? 0.5 എന്ന് 4 ലെസ് ചെയ്യണം. അപ്പോൾ ഇവിടെ 0യും ഇവിടെ 4 ആണ് ലെസ് ചെയ്യുക. 4 ലെസ് ചെയ്യാന്ന് പറയുമ്പോൾ -5 ആഡ് 1. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നമ്മളിപ്പോൾ എൻ്റെ ചെയ്തതും പിന്നെ തൊട്ടടുത്ത റോഡും ക്വസ്റ്റ്യൻ റോഡായി നമ്മൾ സെലക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് 18 ആണ്. 18ൽ ഇവിടെ നോക്കാം, നമുക്ക് ഡിവൈസറിന് 2 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഈ 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അവന് നമ്മൾ ഒന്നുകൂടി എന്ത് ചെയ്യണം? സെക്കൻഡ് ഡിജിറ്റിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കൂടി ചെയ്യണം. അപ്പോൾ 2ൻ്റെ ചെയ്ത് കഴിഞ്ഞു, ഇനി 4ൻ്റെ ചെയ്യണം. അപ്പോൾ 4 ഈ 80ൽ എത്ര ടൈംസ് എന്നാണ് ചെക്ക് ചെയ്യുക. നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ആൻസർ റോഡിൽ എത്രയാണോ ബീറ്റ്സ് കിട്ടിയത്, സെക്കൻഡ് റോഡിന് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ റോഡിലെ നമ്പറ് ഈ സെക്കൻഡ് ഡിജിറ്റാണ് മൾട്ടിപ്ലൈ ചെയ്യുക. ആദ്യത്തേത് നമ്മൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ റോഡിൽ എത്രയാണോ വാല്യൂ ഉള്ളത് അത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ നമ്പറിന് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. പിന്നെ ഈ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആൻസർ റോഡിൽ എത്രയാണോ ബീറ്റ്സിൽ ആ ബീറ്റ്സ് 8 ആണ്. 2 × 4 8 ആണ്. അപ്പോൾ ഈ 18 നമ്മൾ എന്ത് ചെയ്യണം? 18 8 ലെസ് ചെയ്യണം. കാരണം ഇവിടുത്തെ 2ഉം ഈ ഡിവൈസിൻ്റെ രണ്ടാമത്തെ ഡിജിറ്റ് 4ഉം മൾട്ടിപ്ലൈ ചെയ്യുന്നത് 2 × 4 8. അപ്പോൾ 10 8 പോകാന്ന് പറയുമ്പോൾ ഇവിടുന്നാണ് അല്ലേ? 18 8 പോകാന്ന് പറയുമ്പോൾ
10 ആണ് ലെഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് 8 ലെസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ബാക്കി വരുന്നത് 10 ആണ്. 10 ഉള്ളതാണ് ലെഫ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഓർമ്മിക്കുക, നമ്മൾ ഡിവൈസറിനേക്കാൾ എപ്പോഴാണോ ചെറിയ വാല്യൂ നമ്മൾ ക്വസ്റ്റ്യൻ റോഡിൽ വരുന്നത്, ആ സമയത്ത് നമുക്ക് ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടെ വന്ന ആൻസർ 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക 10 റിമൈൻഡർ 10 ആണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ ആൻസർ വരുന്നത് 2 റിമൈൻഡർ 10 ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ 58 ഡിവൈഡ് ബൈ 22 ആണ്. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത് തന്നെ 58 എന്ന് പറയുമ്പോൾ നമുക്ക് -1 റോഡിലാണ് ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യുക. കാരണം ഇത് 2 ഡിജിറ്റ് ഇതും 2 ഡിജിറ്റ് 2 × 2 0 -1 ചെയ്യുക. -1 റോഡിലായിരിക്കണം ക്വസ്റ്റ്യൻ പ്ലേസ്. ഇത് 1 റോഡ്, ഇത് 0 റോഡ്, ഇത് -1 റോഡ്. അപ്പോൾ ഇവിടെ 58 നേരത്തെ ചെയ്തത് സെയിം 58 നമ്മൾ എന്ത് ചെയ്തു, അത് പ്ലേസ് ചെയ്തു. ഇനി നമുക്ക് സെയിം മെത്തേഡ് തന്നെയാണ് വരുന്നത്. നോക്കിയാൽ മതി. ആദ്യത്തെ 2 ഡിജിറ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ വരുന്ന വാല്യൂ ഇവിടെ നോക്കാം. ഇത് 2 ഇത് 5 തന്നെയാണ്. 2നേക്കാൾ വലുതാണ് 5. അപ്പോൾ തൊട്ടടുത്ത് നിന്ന് ക്വസ്റ്റ്യൻ്റെ തൊട്ടടുത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ആൻസർ പ്ലേസ് ചെയ്യാൻ പാടില്ല. ഒരു റോഡ് റൈറ്റിലേക്ക് ജമ്പ് ചെയ്യണം, ലെഫ്റ്റിലേക്ക് ജമ്പ് ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യണം, അതായത് 1 റോഡിലായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ പ്ലേസ് ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പോൾ ഇത് ആൻസർ റോഡായി കിട്ടിയാൽ തൊട്ടടുത്ത 2 റോഡ് ക്വസ്റ്റ്യൻ റോഡായി സെലക്ട് ചെയ്യാം. നേരത്തെ ചെയ്ത സെയിം. അപ്പോൾ 0 5 ആണുള്ളത്. 2 0 5 എത്ര ടൈംസ് ചെക്ക് ചെയ്യണം, നമുക്കറിയാം 2 × 2 4 ആണ്. അപ്പോൾ ഇവിടെ ആൻസർ റോഡിൽ 2 പ്ലേസ് ചെയ്തു. 4 എന്ന് പറയുമ്പോൾ 0 4 എന്ന് പറയുമ്പോൾ ഇവിടെ 1 പ്ലേസ് ചെയ്തു. നേരത്തെ ഇവിടെ 18 കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു നമുക്കിനി വരുന്നത് ഇതിനെ പരിഗണിച്ചു. ഇനി സെക്കൻഡ് ഡിജിറ്റും കൂടി പരിഗണിക്കുന്ന സമയത്ത് 2 × 2 ചെയ്യണം. കാരണം ഇവിടുത്തെ സെക്കൻഡ് ഡിവൈസിൻ്റെ സെക്കൻഡ് ഡിജിറ്റും ആൻസർ റോഡിലെ ബീറ്റ്സും തമ്മിൽ മൾട്ടിപ്ലൈ 2 × 2 4 ആണ്. അപ്പോൾ ഈ 18 4 ലെസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യണം, 4 ലെസ് ചെയ്തു. അപ്പോൾ ബാക്കി വരുന്നത് 14 ആണ്. 14 ഉള്ളത് 22നേക്കാൾ ചെറുതായതുകൊണ്ട് നമ്മളിവിടെ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 2 റിമൈൻഡർ 14 ആണ്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.